തിരുവനന്തപുരത്ത് തരൂർ തുടരുമോ എന്നുള്ളതാണ് നമുക്ക് അല്ലമീനോട് ചോദിക്കേണ്ടത്. അല്ലമീൻ, അതിൽ ഏതൊക്കെ തരത്തിലുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുമെന്നുള്ളതാണ് ആകാംക്ഷ കൂട്ടുന്ന കാര്യവും. അല്ലമീൻ, തിരുവനന്തപുരത്ത് തരൂർ തുടരുമോ എന്നതാണ് ചോദ്യം. കഴിഞ്ഞ തവണത്തേതുപോലെ അത്ര എളുപ്പമാകുമോ തരൂരിന്? കാരണം 2005 MP ആയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ, കേന്ദ്ര സഹമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ, എതിരാളികൾ കുറച്ചുകൂടി കരുത്തരല്ലേ ഇക്കുറി? അങ്ങനെ കരുത്തരായ എതിരാളികളെയാണ് തനിക്ക് നേരിടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നുള്ളതാണ് ശശി തരൂർ നേരത്തെ മുതൽ തന്നെ പറഞ്ഞിരുന്നത്. സാക്ഷാൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ചാലും തനിക്ക് ഒരു കുലുക്കവുമില്ല എന്നും ശശി തരൂർ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണക്കുകൂട്ടലുകളിൽ തിരുവനന്തപുരം പിടിക്കാൻ ശശി തരൂരിനേക്കാൾ അനുയോജ്യനായ മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും 4ാം അംഗത്തിനും ശശി തരൂരിന് തന്നെ രംഗത്തിറക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്വഭാവം അത് ഇടത് വലത് മുന്നണികളെ ഒരുപോലെ പിന്തുണച്ചിട്ടുള്ള ഒരു മണ്ണാണ് തിരുവനന്തപുരത്തിൻ്റെത്. സമീപകാലത്തായി ഹിന്ദുത്വ രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ശക്തിയാർജിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എത്ര വലിയ കാറ്റും കോളും വന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിനോടൊപ്പം UDF-നോടൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് തിരുവനന്തപുരത്തിനുള്ളത്. അത് ഇത്തവണയും അനുകൂല ഘടകമായി മാറുമെന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയുടെ തേരിലേറെ തന്നെയാണ് ശശി തരൂർ ഇത്തവണയും വോട്ട് പിടിക്കാൻ പോകുന്നത്. പ്രധാനമായും ശശി തരൂരിൻ്റെ ഒരു വ്യക്തിപ്രഭാവം അത് വോട്ടായി മാറുമെന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വവും തരൂർ ക്യാമ്പും കണക്ക് കൂട്ടുന്നത്. തീരദേശ മേഖല, ന്യൂനപക്ഷ മേഖല, ഇവിടങ്ങളിലൊക്കെ ശശി തരൂരിന് വലിയ തരത്തിലുള്ള സ്വാധീനവും പിന്തുണയുമുണ്ട്. തീരദേശ മേഖലയിലടക്കം പല പ്രശ്നങ്ങളും നേരിട്ടപ്പോൾ തരൂർ അവിടെ ഓടിയെത്തുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ അവർക്കിടയിലുള്ള ഒരു അനുകൂല ഘടകമായി തന്നെയാണ് നേതൃത്വം കാണുന്നത്. അതിനെ മറികടക്കാൻ ഇടത് മുന്നണിക്കോ രാജീവ് ചന്ദ്രശേഖരനോ സാധിക്കില്ല എന്നുകൂടി നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. ആദ്യ തവണ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ശശി തരൂരിന് ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2014 വരുമ്പോൾ കനത്ത മത്സരം നടന്ന 2014 വരുമ്പോൾ അത് 15,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമായി കുറഞ്ഞു. എന്നാൽ കഴിഞ്ഞ തവണ അതിശക്തമായ ത്രികോണ മത്സരം നടന്നപ്പോഴും ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂരിന് വിജയിക്കാനായത്. ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി കോൺഗ്രസ് നേതൃത്വം കാണുന്നത് BJP-യുടെ ഒരു സാന്നിധ്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ, അതിനു മുൻപ് O രാജഗോപാൽ, അവരൊക്കെ രംഗത്തേക്ക് വന്നപ്പോൾ പോലും കുലുങ്ങാത്ത ശശി തരൂർ, കുലുങ്ങാത്ത കോൺഗ്രസിന്റെ വോട്ടുകൾ അത് രാജീവ് ചന്ദ്രശേഖരിലൂടെ ഒരിളക്കവും തട്ടില്ല എന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്തൊക്കെ മേന്മയാണോ BJP കാണുന്നത്, അതേ മേന്മകൾ അതിനേക്കാൾ ഒരുപടി മുൻപിൽ ശശി തരൂരിനുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ കാണുന്നത്. തരൂർ തന്നെ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കഴിഞ്ഞ തവണയൊക്കെ വോട്ട് പിടിക്കാനെത്തിയപ്പോൾ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലും ന്യൂനപക്ഷ മേഖലയിലുമൊക്കെ തരൂർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തുകാർ പറയുന്ന മലയാളം അതെനിക്ക് മനസ്സിലാകും. ആ കാര്യങ്ങൾ ഡൽഹിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള പരിജ്ഞാനവും തനിക്കുണ്ട്. അത് വോട്ടർമാർ വിശ്വാസത്തിലെടുത്തു. അതുകൊണ്ടാണ് കഴിഞ്ഞ 3 തവണയും തന്നെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ് തരൂരിൻ്റെ ഒരു പ്രതീക്ഷയും ഒരു വിലയിരുത്തലും. പക്ഷേ അവിടെ ഒരു ആശങ്കയായി അവർ കാണുന്നത് ഈ ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ തരൂർ നടത്തിയ ചില പ്രസ്താവനകൾ ന്യൂനപക്ഷ മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ്. സമുദായ സമവാക്യമൊക്കെ ഏറെ നിർണായകമായിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവരുടെ വോട്ടുകൾ നിർണായകമായ ഒരു പ്രദേശം കൂടിയാണ്. അവിടെ ഈ ഹമാസ് വിരുദ്ധ പ്രസ്താവനയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനും തരൂരിനുമുണ്ട്. ആ ആശങ്ക മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങളെ കണ്ടപ്പോൾ തരൂർ പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു. താൻ മതേതരത്വത്തിന് അനുകൂലമായ നിലപാട് മാത്രമേ സ്വീകരിക്കൂ, ഹിന്ദുത്വ അധിഷ്ഠിതമായ ഒരു അംഗത്തെയാണ് പാർലമെന്റിലേക്ക് അയക്കാൻ തിരുവനന്തപുരത്തുകാർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് പറ്റിയ ചോയ്സ് അല്ല താനെന്ന് കൃത്യമായി പറയുന്നതിലൂടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എന്തെങ്കിലും ആശങ്ക തന്റെ കാര്യത്തിലുണ്ട് എങ്കിൽ അത് പരിഹരിക്കൂടെ ലക്ഷ്യമിട്ടുള്ള നീക്കവും തരൂർ നടത്തുന്നുണ്ട്. ആ പ്രതീക്ഷകളിലേറെ തന്നെയാണ് ഇത്തവണ തരൂരും കോൺഗ്രസ് ക്യാമ്പും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഹാട്രിക് വിജയം നേടിയ ശശി തരൂർ 4ാം തവണയും തിരുവനന്തപുരത്തിന്റെ MP ആയി തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് തരൂരിനും കോൺഗ്രസ് ക്യാമ്പിനാകെയുമുള്ളത്. സുജയ.